ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നമ്മുടെ ആശുപത്രി പോവാട്ടോ. നമ്മുടെ ഈ കൈയൊന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ 1-2 ദിവസം ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ ആശുപത്രി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനിവിടെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആശുപത്രിയിലേക്കുള്ള വഴിയിലാട്ടോ. കൊച്ചിനെ ഞാൻ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പം ആശുപത്രിയിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ. 2-3 പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചീട്ടൊക്കെ എടുത്ത് ഡോക്ടറെയൊക്കെ കണ്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്നുപോലെ ഡ്രസ്സ് ചെയ്യാൻ വന്നേക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സിസ്റ്ററിനോട് വെയിറ്റ് ചെയ്യും. അങ്ങനെ എൻ്റെ പേര് വിളിച്ചു കേട്ടോ. ഞാൻ അകത്ത് കയറി ചെന്നു കേട്ടോ. അകത്ത് കയറി ചെന്നപ്പോൾ പന്തൊക്കെ ഇട്ട് കേട്ടോ. പന്തൊക്കെ കത്തിച്ചാൽ വെട്ടം കാണാൻ പറ്റുന്ന കൂട്ട് കെട്ടായിരുന്നു കേട്ടോ. ഓവർ ബ്ലീഡിങ് ആയതുകൊണ്ട് അത്രയും കെട്ടൊക്കെ കെട്ടിയാട്ടോ എന്നെ PMC ആശുപത്രിയിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഇട്ട് അഴിച്ചെടുക്കാൻ ഇച്ചിരി പാടുപെടുന്നുണ്ട് കേട്ടോ. എനിക്ക് വേദനയൊന്നും എടുക്കുന്നൊന്നുമില്ല. സ്റ്റിച്ചൊക്കെ ക്ലീൻ ചെയ്യാനും അതുതന്നെ ഡ്രസ്സൊക്കെ ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു കേട്ടോ. സിസ്റ്റർ എതിരൊന്നും പറഞ്ഞൊന്നുമില്ല, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തോണ്ടാട്ടോ ചെയ്യുന്നത്. പിന്നെ അവർ ക്ലീനൊക്കെ ചെയ്യാൻ വേണ്ടി മരുന്നൊക്കെ വെച്ചു. കണ്ടോ എൻ്റെ സ്റ്റിച്ച്, അയ്യോ ഗൈസ് എൻ്റെ കുഞ്ഞു കൈ കണ്ടോ ഗൈസ്, ഇനി കോഴി വെട്ടി ഇത്രയൊക്കെ ആയി കേട്ടോ. അങ്ങനെ സിസ്റ്റർ പറഞ്ഞു ആ പാത്രത്തിലേക്ക് പിടിക്കാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് സിസ്റ്റർ ഏതാണ്ടൊക്കെ എൻ്റെ സ്റ്റീരിലൈസ്ഡ് വാട്ടറാന്ന് തോന്നുന്നു കേട്ടോ, അതൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം വെച്ച് ക്ലീൻ ചെയ്ത് ഒരു സിസ്റ്റർ ചോദിച്ചു ഇത് എന്നെ പറ്റിയതാണൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഇറച്ചിയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും മടിച്ചില്ല, കൈയുടെ ഇറച്ചി അങ്ങ് വെട്ടിയിടാനാട്ടോ തീരുമാനിച്ചത്. പക്ഷേ പകുതിയെ വിട്ടുകൊണ്ടുള്ളൂ, അതുകൊണ്ട് ഇടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്നാണ്ടൊക്കെ മരുന്ന് കിട്ടുമോ എന്തോ, ബെറ്റാഡിയം പോലത്തെ എന്തൊക്കെയോ മരുന്നാണെന്ന് തോന്നുന്നു. അത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചാണെന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ ഇട്ട് നല്ല ക്ലീനാക്കി കൈയുടെ എല്ലാ വശവും ക്ലീനാക്കി കേട്ടോ. ഞാൻ മാക്സിമം വെള്ളമൊന്നും പറ്റിക്കാതെ കേട്ടോ ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നത്. കുളിക്കുമ്പോഴാണേലും പ്ലാസ്റ്റിക്കൊക്കെ ചുറ്റി ഒക്കെ ആട്ടോ ഞാൻ കുളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ വെള്ളം കയറി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും അഴുക്കൊന്നും ആയിട്ടൊന്നുമില്ല. എന്നിട്ട് മരുന്നെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് സിസ്റ്റർ അത് ഒട്ടിച്ച് തരും കേട്ടോ. എനിക്ക് മരുന്നൊക്കെ വെച്ച് പഞ്ഞിയെല്ലാം വെച്ച് കെട്ടി പെറുക്കി സെറ്റപ്പാക്കി തരുവാ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആശുപത്രി വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഈ ആശുപത്രി വരുന്നതൊക്കെ ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ സിസ്റ്റേഴ്സിനാണേലും ഡോക്ടർമാർക്കാണേലും നമ്മളോടൊക്കെ ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഒരു മുഖമുഷിച്ചിലൊന്നും ഇല്ലാതെ എല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മുടെ ഡ്രസ്സിങ് പരിപാടിയൊക്കെ തീർന്നു കേട്ടോ. അപ്പം ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് 3 വരെ പോകണം. 3 ടൗണിൽ പോകണ്ട, ടൗണിന് കുറച്ച് ഇപ്പുറത്തായിട്ട് പോകണം കേട്ടോ. പോസ്റ്റ് ഓഫീസിൽ പോകുന്നതാണ്. 2 പേർക്ക് ഞാൻ സുകന്യ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൈസ ഞാൻ എല്ലാ മാസവും കൊണ്ട് അടയ്ക്കുന്നതാണ്. അപ്പോൾ ഈ മാസത്തെ പൈസ അടയ്ക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ പോയിട്ട് വരാം കേട്ടോ. നമ്മളീ പോകുന്ന വഴിക്കുണ്ടല്ലോ ഒരു കുന്നുണ്ടേ, ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. 3 ഇറങ്ങുന്നതിൻ്റെ സ്ഥലത്തുള്ളൊരു കുന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് ഇടുക്കി കുന്നെന്നാണ് പറയുന്നത്. സാധാരണ ഇടുക്കിയിലാണല്ലോ ഇങ്ങനെ കുന്നും മലയൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്തിന് ഈ ഒരു കുന്നിന് പറയുന്ന പേര് ഇടുക്കിക്കുന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുക്കിക്കുന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിത് ഇടുക്കിക്കുന്നിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാട്ടോ നമ്മൾ ഇടുക്കിക്കുന്നേ. നമ്മൾ മടുത്ത നല്ല വെയിലൊക്കെ ആണെങ്കിൽ എൻ്റെ പൊന്നു ഗൈസ് ഇതിൽ കയറി വരാൻ നമുക്ക് ഒട്ടും പറ്റിയല്ല കേട്ടോ. നമുക്കൊരു തുള്ളി കയറാൻ പറ്റിയല്ല. കാണിച്ചു തരാം കേട്ടോ ഇടുക്കിക്കുന്ന്. ഇതുണ്ടോ, ആ താഴെ വരെ ഇറങ്ങിപ്പോണം കേട്ടോ. ഇത് കാണുമ്പോൾ നല്ല രസമാണ്, ഇറങ്ങാനും നല്ല രസമാണ് കേട്ടോ. പക്ഷേ തിരിച്ച് കയറാൻ മാത്രം പാടാണ് കേട്ടോ. ശരിക്കും കുന്നുമലയൊക്കെ കയറി ഇറങ്ങി നടന്നാണ് കേട്ടോ ഞാൻ. പക്ഷേ എനിക്ക് ഈ കുന്നൊന്നും ഇപ്പോൾ ഇറങ്ങി നടക്കാനോ കയറാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഞാനിനി പോസ്റ്റ് ഓഫീസിൽ പോയി പൈസയൊക്കെ അടച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ സ്ലിപ്പ് എഴുതി കൊടുത്തു. പിന്നെ സ്ലിപ്പും പാസ്ബുക്കും പൈസയും എല്ലാം അവിടെ ഇരിക്കുന്ന ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ അവിടുത്തെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എന്നെയും കൂടി ഒന്ന് ഓർക്കണം കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു 10+ കിട്ടിയവർക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് 10+ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഇനി കിട്ടാൻ പോകുന്നൊന്നുമില്ല കേട്ടോ. കാരണം 10+ ഉള്ളവർക്കൊക്കെ ജോലി കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ കുടയൊന്നും എടുത്തിട്ടില്ലായിരുന്നില്ല. അപ്പോൾ ഞാൻ കയറ്റം കയറുവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.